നമ്മുടെ സിലബസിലെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ഭാഗത്തെ സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങളിൽ സാമൂഹിക സാമ്പത്തിക വിവരങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി വാണിജ്യ ഭാഗത്ത് വരുന്ന പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട മേജർ മിനറൽ അധിഷ്ഠിത വ്യവസായങ്ങളാണ് ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, മലബാർ സിമൻസ്, ട്രാവൻകൂർ സിമൻസ് ലിമിറ്റഡ്, കുണ്ടറ സിറാമിക്സ്. ചില മേജർ മിനറൽ അധിഷ്ഠിത വ്യവസായങ്ങളാണ് ഈ പറഞ്ഞവയൊക്കെ. ഇതൊക്കെയാണ് ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, മലബാർ സിമൻസ്, ട്രാവൻകൂർ സിമൻസ് ലിമിറ്റഡ്, കുണ്ടറ സെറാമിക്സ്. എന്നാൽ ചില മൈനർ മിനറൽ അധിഷ്ഠിത വ്യവസായങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? സ്റ്റോൺ ക്രഷർ, സാൻഡ് നിർമ്മാണ യൂണിറ്റ്, ബ്രിക്സ് ഫാക്ടറി, ടൈൽ ഫാക്ടറി, ബ്രിക്സ് ഫാക്ടറി, സാൻഡ് നിർമ്മാണ യൂണിറ്റ്, സ്റ്റോൺ ക്രഷർ. ഇതൊക്കെ മൈനർ മിനറൽ അധിഷ്ഠിത വ്യവസായങ്ങളാണ്. അപ്പോൾ മേജറും മൈനറും നമ്മൾ നോക്കി. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവന പരിപാടികൾ നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് പബ്ലിക് സെക്ടർ റീസ്ട്രക്ചറിംഗ് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ് ബോർഡ്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവന പരിപാടികൾ നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് പബ്ലിക് സെക്ടർ റീസ്ട്രക്ചറിംഗ് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ് ബോർഡ്. കേരളത്തിനും ലക്ഷദ്വീപിനും ടെക്നോ ഇക്കണോമിക് മാനേജറിയൽ കൺസൾട്ടൻസി സർവീസുകൾ നൽകി വരുന്ന സ്ഥാപനമാണ് MSME തൃശ്ശൂർ. MSME വികസന ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂരാണ് കേരളത്തിനും ലക്ഷദ്വീപിനും ടെക്നോ ഇക്കണോമിക് മാനേജറിയൽ കൺസൾട്ടൻസി സർവീസുകൾ നൽകി വരുന്ന സ്ഥാപനം. കേരള സ്റ്റേറ്റ് ബാംബു മിഷൻ രൂപീകരിച്ച വർഷം 2003. 2003 കേരള സ്റ്റേറ്റ് ബാംബു മിഷൻ രൂപീകരിച്ചത്. അപ്പോൾ രണ്ട് സ്ഥാപനങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു. പബ്ലിക് സെക്ടർ റീസ്ട്രക്ചറിംഗ് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ് ബോർഡും MSME വികസന ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂരും. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവന പരിപാടികൾ നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് പബ്ലിക് സെക്ടർ റീസ്ട്രക്ചറിംഗ് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ് ബോർഡ്. എന്നാൽ കേരളത്തിലും ലക്ഷദ്വീപിനും ടെക്നോ ഇക്കണോമിക് മാനേജറിയൽ കൺസൾട്ടൻസി സർവീസുകൾ നൽകുന്ന സ്ഥാപനമാണ് MSME ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂർ. 2003 കേരള സ്റ്റേറ്റ് ബാംബു മിഷൻ രൂപീകരിച്ചത്. 2003 കേരളത്തിലെ ടെക്സ്റ്റൈൽസ് മേഖലയിൽ ഉൾപ്പെടുന്നവയാണ് സ്പിന്നിംഗ്, നെയ്ത്ത്, വസ്ത്രനിർമ്മാണം, ഡൈയിങ്, പ്രോസസ്സിംഗ് യൂണിറ്റുകൾ. സ്പിന്നിംഗ്, നെയ്ത്ത്, വസ്ത്രനിർമ്മാണം, ഡൈയിങ്, പ്രോസസ്സിംഗ് യൂണിറ്റുകൾ എന്നിവ കേരളത്തിലെ ടെക്സ്റ്റൈൽ മേഖലയിൽ ഉൾപ്പെടുന്നവയാണ്. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവാണ് കയർ മേഖല. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് കയർ മേഖലയാണ്. രണ്ടാമത് കൈത്തറി മേഖല. ഒന്നാമത് കയർ മേഖലയും രണ്ടാമത് കൈത്തറി മേഖലയും. ജിയോ ഇൻഡിക്കേഷൻ ആക്ട് പ്രകാരം കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കൈത്തറി ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജിയോ ഇൻഡിക്കേഷൻ ആക്ട് പ്രകാരം കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കൈത്തറി ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? ബാലരാമപുരം കോട്ടൺ തുണിത്തരങ്ങൾ, കാസർഗോഡ് സാരി, കുത്തമ്പള്ളി സാരി, ചേണ്ടമംഗലം മുണ്ട്, കണ്ണൂർ വീട് ഫർണിഷിംഗ്. ബാലരാമപുരം കോട്ടൺ തുണിത്തരങ്ങൾ, കാസർഗോഡ് സാരി, കുത്തമ്പള്ളി സാരി, ചേണ്ടമംഗലം മുണ്ട്, കണ്ണൂർ വീട് ഫർണിഷിംഗ്. ഇതൊക്കെ എന്താണ്? ജിയോ ഇൻഡിക്കേഷൻ ആക്ട് പ്രകാരം കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കൈത്തറി ഉൽപ്പന്നങ്ങളാണ്. കൈത്തറി മേഖലയാണ് കേരളത്തിൽ പരമ്പരാഗത വ്യവസായങ്ങൾക്കിടയിൽ രണ്ടാമത് തൊഴിൽ നൽകുന്ന ദാതാവ്. കേരളത്തിലെ പ്രാഥമിക കൈത്തറി നെയ്ത്തുകാരുടെ സഹകരണ സ്ഥാപനങ്ങളുടെ പരമോന്നത സ്ഥാപനമാണ് ഹാൻടെക്സ്. 1961 സ്ഥാപിച്ചത്. കേരളത്തിലെ പ്രാഥമിക കൈത്തറി നെയ്ത്തുകാരുടെ സഹകരണ സംഘങ്ങളുടെ പരമോന്നത സ്ഥാപനമാണ് ഹാൻടെക്സ്. 1961 സ്ഥാപിച്ചത്. അപ്പോൾ ഹാൻവീവ് എന്താ? അസംഘടിത മേഖലയിലെ പരമ്പരാഗത നെയ്ത്തുകാരുടെ ക്ഷേമത്തിനും വികസനത്തിനുമായി 1968 രൂപീകരിച്ച സ്ഥാപനമാണ് ഹാൻവീവ്. ഹാൻടെക്സ് രൂപീകരിച്ചത് എന്നാണ്? 1961. ഹാൻവീവ് 1968. ഹാൻടെക്സ് എന്ന് വെച്ചാൽ എന്താണ്? കേരളത്തിലെ പ്രാഥമിക കൈത്തറി നെയ്ത്തുകാരുടെ സഹകരണ സംഘങ്ങളുടെ പരമോന്നത സ്ഥാപനമാണ് ഹാൻടെക്സ്.
ഹാൻഡ് വീവ് എന്നാൽ അസംഘടിത മേഖലയിലെ പരമ്പരാഗത നെയ്ത്തുകാരുടെ ക്ഷേമത്തിനും വികസനത്തിനുമായി 1962 രൂപീകരിച്ച സ്ഥാപനമാണ് ഹാൻഡ് വീവ്. ഹാൻടെക്സിൻ്റെ ആസ്ഥാനം കണ്ണൂരും ഹാൻഡ് വീവിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. 1961 രൂപീകരിച്ചത് ഹാൻടെക്സ്, 1968 ഹാൻഡ് വീവ്. ഹാൻഡ് വീവ് എന്നാൽ അസംഘടിത മേഖലയിലെ പരമ്പരാഗത നെയ്ത്തുകാരുടെ ക്ഷേമത്തിന് വേണ്ടി രൂപീകരിച്ച സ്ഥാപനമാണ്. ഹാൻടെക്സ് എന്നാൽ പ്രാഥമിക കൈത്തറി നെയ്ത്തുകാരുടെ സഹകരണ സംഘങ്ങളുടെ പരമോന്നത സ്ഥാപനമാണ് ഹാൻടെക്സ്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, പരമ്പരാഗത വ്യവസായം എന്നീ മേഖലയിലുള്ളവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളുടെ വിപണി അല്ലെങ്കിൽ ബ്രാൻഡ് ഇവ ഒരുക്കുന്നതിനായി 2018 കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് വാണിജ്യ മിഷൻ. 2018 വാണിജ്യ മിഷൻ കേരള സർക്കാർ ആരംഭിച്ചത്. 1961 ഹാൻടെക്സ്, 1968 ഹാൻഡ് വീവ്. 2018 ഡിസംബർ 3 സർക്കാർ ഉത്തരവ് പ്രകാരം സംസ്ഥാനത്തിനായി ഒരു വാണിജ്യ മിഷൻ രൂപീകരിച്ചു. വാണിജ്യ മേഖലയിൽ നിലനിൽക്കുന്ന വിവിധ സർക്കാർ ഇതര ഏജൻസികളുടെ ഏകോപനത്തിന് സർക്കാരിൻ്റെ നോഡൽ ഏജൻസിയായി ഇത് പ്രവർത്തിക്കുന്നു. ഇന്ത്യൻ കയർ വ്യവസായത്തിൻ്റെ ആസ്ഥാനം കേരളമാണ്. കേരളത്തിൽ കയർ വ്യവസായത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പ്രധാന ഏജൻസികളാണ് കേരള സ്റ്റേറ്റ് കയർ മെഷീനറി മാനുഫാക്ചറിംഗ് കമ്പനി, കേരള സ്റ്റേറ്റ് കയർ വർക്കേഴ്സ് വെൽഫെയർ ബോർഡ്. കേരള സ്റ്റേറ്റ് കയർ മെഷീനറി മാനുഫാക്ചറിംഗ് കമ്പനി, കേരള സ്റ്റേറ്റ് കയർ വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് എന്നിവയാണ് കേരളത്തിൽ കയർ വ്യവസായത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട 2 ഏജൻസികൾ. ലോകത്തിലെ തന്നെ കശുവണ്ടിയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് കൊല്ലം. ലോകത്തിലെ തന്നെ കശുവണ്ടിയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കൊല്ലമാണ്. കേരള സ്റ്റേറ്റ് ബാംബു മിഷൻ രൂപീകരിച്ച വർഷം ഏതായിരുന്നു? 2003. ഹാൻടെക്സ് രൂപീകരിച്ചത് എന്നായിരുന്നു? 1961. ഹാൻഡ് വീവ് രൂപീകരിച്ചത് 1968. വാണിജ്യ മിഷൻ രൂപീകരിച്ചത് 2018. ഇന്ത്യൻ കയർ വ്യവസായത്തിൻ്റെ ആസ്ഥാനം കേരളമാണ്. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവ് കയർ മേഖല. അടുത്ത് നമ്മൾ നോക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയെ പറ്റിയാണ്. കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ഭാഗത്ത് ദുരന്ത നിവാരണ അതോറിറ്റി. ദുരന്ത നിവാരണ നിയമം 2005. 2005 ദുരന്ത നിവാരണ നിയമത്തെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ദുരന്ത നിവാരണ നിയമം വർഷം ഏതാണ്? 2005. 2003 ഏതായിരുന്നു? കേരള സ്റ്റേറ്റ് ബാംബു മിഷൻ. ദുരന്ത നിവാരണ നിയമം 2005. ഇന്ത്യയിലെ ദുരന്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി നിലവിൽ വന്ന നിയമമാണ് 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട്. ഇന്ത്യയിലെ ദുരന്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി നിലവിൽ വന്ന നിയമമാണ് 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട്. ദുരന്തങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയമപരവും സ്ഥാപനപരവുമായ ചട്ടക്കൂട് ഈ നിയമം പ്രദാനം ചെയ്യുന്നു. പുതിയ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കായി പ്രത്യേക ചുമതലകൾ നൽകാനും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി NDMA രൂപീകരിക്കുകയും NDMAയുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിൽ സഹായിക്കുന്നതിനായി നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. 2005 ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചു. ഈ NDMAയുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിൽ സഹായിക്കാനായി നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ചു. ഇനി സംസ്ഥാനത്തിൻ്റെ കാര്യമാണെങ്കിലോ, സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി SDMA രൂപീകൃതമായി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ NDMAയും സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ SDMAയും രൂപീകൃതമായി. SDMAയെ സഹായിക്കാൻ വേണ്ടി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിലവിൽ വന്നു. അപ്പോൾ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ NDMA രൂപീകരിച്ചു. NDMAയെ സഹായിക്കാൻ വേണ്ടിയിട്ട് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വന്നു. അതുപോലെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ SDMA എന്ന് വെച്ചാൽ എന്താ? സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്
നിലവിൽ വന്നു. അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ത് രൂപീകരിച്ചു? സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിലവിൽ വന്നു. ഓക്കെ അല്ലേ? അടുത്തത് ജില്ലാ തലത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചു. അപ്പോൾ ജില്ലാ തലത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചു. 79 വകുപ്പുകളടങ്ങിയ ഈ നിയമത്തിലെ വകുപ്പ് 14(1) എല്ലാ സംസ്ഥാന സർക്കാരുകളും ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. 2005 രൂപീകരിച്ച ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് 79 വകുപ്പുകളടങ്ങിയ ഈ നിയമത്തിലെ 2005 ദുരന്ത നിവാരണ നിയമത്തിൽ എത്ര വകുപ്പുകളാണുള്ളത്? 79 വകുപ്പുകളാണ് ഉള്ളത്. ഈ 79 വകുപ്പുകളടങ്ങിയ ഈ നിയമത്തിലെ വകുപ്പ് 14(1) എല്ലാ സംസ്ഥാന സർക്കാരുകളും ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എക്സാമിനൊരു ക്വസ്റ്റ്യൻ, ഈ വകുപ്പ് 14(1) എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വകുപ്പ് 14(1) എന്തുമായി ബന്ധപ്പെട്ടതാണ്? എല്ലാ സംസ്ഥാന സർക്കാരുകളും ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പാണ് 14(1). എന്നാൽ ആർട്ടിക്കിൾ 14 എന്തായിരുന്നു? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ഭരണഘടനയുടെ വകുപ്പാണ് ആർട്ടിക്കിൾ 14. 14(1) എന്താ പറയുന്നത്? എല്ലാ സംസ്ഥാന സർക്കാരുകളും ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകണമെന്നാണ് പറയുന്നത്. ഈ 2005 ദുരന്ത നിവാരണ നിയമത്തിൽ പ്രധാനമായും 79 വകുപ്പുകളാണുള്ളത്. ഈ 79 വകുപ്പിൽ 14(1) എന്ത് പറയുന്നത്? എല്ലാ സംസ്ഥാന സർക്കാരുകളും ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകണമെന്ന് പറയുന്നു. ഈ ദുരന്ത നിവാരണ നിയമം രാജ്യസഭ പാസ്സാക്കിയത് 2005 നവംബർ 28. 2005 നവംബർ 28 ദുരന്ത നിവാരണ നിയമം രാജ്യസഭ പാസ്സാക്കിയത്. എന്നാൽ ലോക്സഭ പാസ്സാക്കിയത് 2005 ഡിസംബർ 12. രാജ്യസഭ 2005 നവംബർ 28, ലോകസഭ 2005 ഡിസംബർ 12. രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ നിയമം നിലവിൽ വന്നത് 2005 ഡിസംബർ 23. ദുരന്ത നിവാരണ നിയമം രാജ്യസഭ പാസ്സാക്കി 2005 നവംബർ 28. ലോക്സഭ പാസ്സാക്കി 2005 ഡിസംബർ 12. എന്നാൽ രാഷ്ട്രപതി ഒപ്പുവെച്ച എന്താണ്? 2005 ഡിസംബർ 23. ചുരുക്കി പറയുകയാണെങ്കിൽ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത് 2005. രാജ്യസഭ പാസ്സാക്കിയത് 2005 നവംബർ 28, ലോകസഭ 2005 ഡിസംബർ 12, രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2005 ഡിസംബർ 23. എന്തിനാണ് ഈ നിയമം വന്നത്? ഇന്ത്യയിലെ ദുരന്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി നിലവിൽ വന്ന നിയമമാണ് ഇത്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്, ഈ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ പ്രകാരം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു NDMA രൂപീകരിക്കുകയും അവരെ സഹായിക്കാൻ വേണ്ടി ഒരു NEC രൂപീകരിക്കുകയും ചെയ്തു. സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലാണ് SDMA, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ SDMA രൂപീകരിക്കുകയും അതിനെ സഹായിക്കാൻ വേണ്ടി ഒരു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിലവിൽ വന്നു. ജില്ലാ തലത്തിലാണെങ്കിലോ ജില്ലാ തലത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ ദുരന്ത നിവാരണ നിയമത്തിൽ 79 വകുപ്പുകൾ അടങ്ങിയ ദുരന്ത നിവാരണ നിയമത്തിൽ 14(1) പറയുന്നത് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും എന്തിനു വേണം? സർക്കാരുകളും ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകണമെന്നാണ് ചുരുക്കത്തിൽ ദുരന്ത നിവാരണ നിയമത്തെ പറ്റി നമുക്ക് ഓർത്തു വയ്ക്കാനുള്ളത്. അടുത്തത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി KSDMA. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 14 അനുസരിച്ച് കേരളത്തിൽ രൂപീകൃതമായ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 14 വകുപ്പ് 14 അനുസരിച്ചാണ് കേരളത്തിൽ രൂപീകൃതമായത്. എന്ത്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 2005 ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് രൂപീകരിച്ച കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 14 വകുപ്പ് പ്രകാരമാണ് നിലവിൽ വന്നത്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്.
കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൻ്റെ ചുമതല വഹിക്കുന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായ വർഷം 2007 മെയ് 4. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത് 2007 മെയ് 4-നാണ്. നിലവിലെ KSDMA ഘടന നിലവിൽ വന്നത് 2013 ജൂലൈ 17. നിലവിലെ KSDMA ഘടന നിലവിൽ വന്നത് 2013 ജൂലൈ 17-നാണ്. അതോറിറ്റി നിലവിൽ വന്നത് 2007 മെയ് 4-നും നിലവിലുള്ള രൂപത്തിൽ വന്നത് 2013 ജൂലൈ 17-നും. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായ വർഷം ഏത്? 2007 മെയ് 4. 2007 മെയ് 4 കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചു. എന്നാൽ നിലവിലെ KSDMA ഘടന രൂപീകരിച്ചപ്പോഴാണ് 2013 ജൂലൈ 17. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാ? മുഖ്യമന്ത്രി. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി, വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയുമാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി, വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. കൃഷിമന്ത്രി മെമ്പറാണ്. ചീഫ് സെക്രട്ടറി ആരാണ്? CEO. ചീഫ് സെക്രട്ടറി CEOയും കൃഷിമന്ത്രി മെമ്പറും. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മെമ്പറാണ്. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മെമ്പർ. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനറാണ്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനർ. കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ തലവൻ, മെമ്പർ സെക്രട്ടറി. കൃഷിമന്ത്രിയും ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മെമ്പർമാർ. ചീഫ് സെക്രട്ടറി CEO. കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ തലവൻ, മെമ്പർ സെക്രട്ടറിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്? കൃഷിമന്ത്രി, ചീഫ് സെക്രട്ടറി, ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി, കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ തലവൻ. ചെയർമാൻ മുഖ്യമന്ത്രി, വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയുമാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ അധ്യക്ഷനാരാണ്? ചീഫ് സെക്രട്ടറി. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ അധ്യക്ഷനാണ് ചീഫ് സെക്രട്ടറി. നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്? V. വേണുവാണ് നിലവിലെ ചീഫ് സെക്രട്ടറി. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി. റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങളൊക്കെ വിളിച്ചു ചേർക്കുന്ന ആൾ. എല്ലാ ജില്ലകളിലെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന KSDMA കീഴിലുള്ള സ്ഥാപനമാണ് സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം, അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. KSDMA മോട്ടോ എന്താണ്? ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് അല്ലെങ്കിൽ സുരക്ഷായനം. ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് എന്നതാണ് KSDMA മോട്ടോ. ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ്. ആസ്ഥാനം തിരുവനന്തപുരം. പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമാണ് സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നവരാണ് റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. ഇതിൻ്റെ കാര്യനിർവഹണ സമിതിയുടെ അധ്യക്ഷനാണ് ചീഫ് സെക്രട്ടറി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? 1. സംസ്ഥാനത്തിന് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക. 2. പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുക. 3. വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. പ്രധാനമായും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് 3 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. സംസ്ഥാനത്തിനൊരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക, പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുക, വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. അതാത് ജില്ലകളിലെ ജില്ലാതല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ജില്ലാ കളക്ടറാണ്.
ജില്ലയിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കമ്മിറ്റിയുടെ ചെയർമാനാണ് ജില്ലാ കളക്ടർ. അതാത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നത് ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം. ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ് അതത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നത്. ദുരന്തങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകുക എന്നതാണ് ഈ കേന്ദ്രങ്ങളുടെ ചുമതല. ദുരന്തങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകുക എന്നതാണ് ഈ കേന്ദ്രത്തിൻ്റെ ചുമതല. ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 54 പ്രകാരം ദുരന്തത്തെയോ അതിൻ്റെ തീവ്രതയെയോ വ്യാപ്തിയെയോ കുറിച്ച് തെറ്റായ അലാറമോ മുന്നറിയിപ്പോ പുറപ്പെടുവിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്ത് പരിഭ്രാന്തി സൃഷ്ടിക്കുന്നത് തെളിയിക്കപ്പെട്ടാൽ 1 വർഷം വരെ തടവോ പിഴയോ ലഭിക്കാവുന്ന കുറ്റമാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയമത്തിലെ സെക്ഷൻ 54 പറയുന്നത് ദുരന്തത്തിനെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ പുറപ്പെടുവിക്കുകയോ ജനങ്ങളെ പരിഭ്രാന്തരാക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് 1 വർഷം വരെ തടവോ പിഴയോ ലഭിക്കാവുന്ന കുറ്റമാണ് ഇത്. സെക്ഷൻ 54. കേരളത്തിൽ ഉണ്ടായതെന്ന് കരുതപ്പെടുന്ന വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും പഴയതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതാ? CE 371 വെള്ളപ്പൊക്കം. CE 371 വെള്ളപ്പൊക്കമാണ് കേരളത്തിൽ ഉണ്ടായതെന്ന് കരുതപ്പെടുന്ന വെള്ളപ്പൊക്കങ്ങളിൽ ഏറ്റവും പഴയതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭൂകമ്പത്തോടനുബന്ധിച്ച് കേരള തീരത്ത് വെള്ളപ്പൊക്കമുണ്ടായ വർഷം ഏതാ? 1341. 1341 കേരളത്തിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രീക്ക് പണ്ഡിതനായ പ്ലീനിയുടെ ഗ്രന്ഥമാണ് നാച്ചുറൽ ഹിസ്റ്ററി. നാച്ചുറൽ ഹിസ്റ്ററിയുടെ കർത്താവാരാണ്? പ്ലീനി. എന്തിനെ പറ്റിയാണ് ഇതിൽ പറയുന്നത്? 1341 കേരളത്തിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. കേരളത്തിൽ CE 1924 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? 99 വെള്ളപ്പൊക്കം. കൊല്ലവർഷം 1099 കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? 99 വെള്ളപ്പൊക്കം. കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായത് 2018 ഓഗസ്റ്റ്. 2018 ഓഗസ്റ്റിലാണ് കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായത്. ഈ ഭാഗത്തെ 2-3 കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ മെമ്പർ അല്ലാത്തത് ആരൊക്കെയാണെന്നോ? മെമ്പർ അല്ലാത്തത് ആരാന്ന് നോക്കാം. 1 മുഖ്യമന്ത്രി, 2 റവന്യൂ വകുപ്പ് മന്ത്രി, 3 ആരോഗ്യ വകുപ്പ് മന്ത്രി, 4 കൃഷി വകുപ്പ് മന്ത്രി. ഈ പറയുന്നവരിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ മെമ്പർ അല്ലാത്തത് ആരാണ്? ആരോഗ്യവകുപ്പ് മന്ത്രി. ആരോഗ്യവകുപ്പ് മന്ത്രി കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധമില്ലാത്തതാണ്. മുഖ്യമന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി എന്നിവർ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ മെമ്പറാണ്. നെക്സ്റ്റ്, കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏവ? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചു. ശരിയാണ്, 2005 ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് സ്ഥാപിച്ചത്. സുരക്ഷായാനം എന്നതാണ് ആപ്തവാക്യം. ശരിയാണ്, സുരക്ഷായാനം എന്നല്ലേ ആപ്തവാക്യം. ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ്. മൂന്നാമത്തത്, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അതും ശരിയാണ്. 2008 മെയ് 4 കേരളത്തിലെ ആദ്യ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. ഇത് തെറ്റാണ്. 2007 മെയ് 4 കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. 2007 മെയ് 4. അടുത്തത് ദുരന്ത പ്രതികരണ സേനകൾ. ദുരന്ത പ്രതികരണ സേനകളിൽ ഒന്നാമത്തത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, NDRF. NDRFനെ പറ്റി നോക്കാം. NDRF ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 44(1) പ്രകാരം NDRF രൂപപ്പെട്ട വർഷമാണ് 2006. 2008 ഫെബ്രുവരി 14 NDRF ചട്ടങ്ങളുടെ വിജ്ഞാപന പ്രകാരം NDRFനെ ദുരന്ത പ്രതികരണവുമായി ബന്ധപ്പെട്ട ചുമതലകൾക്കുള്ള സമർപ്പിത സേനയാക്കി മാറ്റി. NDRFൻ്റെ ആസ്ഥാനം അന്ത്യോദയ ഭവൻ, ന്യൂഡൽഹി. NDRFൻ്റെ തലവൻ ആരാ? ഡയറക്ടർ ജനറൽ. സാധാരണയായി ഒരു IPS ഉദ്യോഗസ്ഥനാണ് NDRFൻ്റെ തലവനാകുന്നത്.
ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലാണ് NDRF പ്രവർത്തിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലാണ് NDRF പ്രവർത്തിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 44(1) പ്രകാരമാണ് 2006 NDRF രൂപീകരിച്ചത്. 2008 ഫെബ്രുവരി 14 NDRF ചട്ടങ്ങളുടെ വിജ്ഞാന പ്രകാരം NDRFന് ദുരന്ത പ്രതികരണങ്ങളൊരു ബന്ധപ്പെട്ട ചുമതലയ്ക്കുള്ള സമർപ്പിത സേനയാക്കി മാറ്റി. NDRFിൻ്റെ തലവനാണ് ഡയറക്ടർ ജനറൽ. ആസ്ഥാനം അന്ത്യോദയ ഭവൻ, ന്യൂഡൽഹി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലാണ് NDRF പ്രവർത്തിക്കുന്നത്. ദുരന്ത പ്രതികരണ സേനകളിൽ ഒന്നാമത് നമ്മൾ നോക്കിയത് NDRF ആണ്. 2006 രൂപീകരിച്ചത്. ആസ്ഥാനം അന്ത്യോദയ ഭവനാണ്. തലവൻ ഡയറക്ടർ ജനറലാണ്. ഇത് NDMAയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ് NDRF പ്രവർത്തിക്കുന്നത്. അടുത്തത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് SDRF. ദുരന്ത പ്രതികരണത്തിനുള്ള ഒരു സമർപ്പിത ശക്തിയാണ് SDRF. ഈ സേനയെ സംസ്ഥാന പോലീസിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാൻ പാടില്ല. SDRFന് സംസ്ഥാന പോലീസിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാൻ പാടില്ല. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ് SDRF നിലവിൽ പ്രവർത്തിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ് SDRF നിലവിൽ പ്രവർത്തിക്കുന്നത്. ആകെ 100 അംഗങ്ങളുള്ള ഈ സേന ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഈ SDRFിൽ ആകെ 100 അംഗങ്ങളാണ് ഉള്ളത്. ഇത് എന്തിനു കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഈ സേനയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് സൂപ്രണ്ട് ഓഫ് പോലീസാണ്. SDRFിന് നിർദ്ദേശങ്ങൾ നൽകുന്നത് സൂപ്രണ്ട് ഓഫ് പോലീസാണ്. ദേശീയ ദുരന്ത നിവാരണ സേനയാണ് സംസ്ഥാന സേനയിലെ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേനയാണ് സംസ്ഥാന സേനയിലെ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നത്. അടുത്തത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്. 1962 കേരള ഫയർ ഫോഴ്സ് ആക്ട് പ്രകാരം സ്ഥാപിതമായ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സംസ്ഥാനത്തെ ദുരന്ത നിവാരണത്തിൽ ഉത്തരവാദിത്തമുള്ള പ്രധാന സ്ഥാപനവും പ്രാഥമിക ഏജൻസിയുമാണ്. 1962 രൂപീകരിച്ചത്. നെക്സ്റ്റ് സിവിൽ ഡിഫൻസ്. 1968 സിവിൽ ഡിഫൻസ് ആക്ട് പ്രകാരമുള്ള ഒരു നിയമപരമായ സ്ഥാപനമാണ് സിവിൽ ഡിഫൻസ്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡയറക്ടർ ജനറലാണ് ഹോം ഗാർഡ്സിൻ്റെയും സിവിൽ ഡിഫൻസിൻ്റെയും മേധാവി. ഭരണനിർവഹണത്തിനായി തിരുവനന്തപുരം ആസ്ഥാനമാക്കി ഒരു റീജിയണൽ ഫയർ ഓഫീസറും ജില്ലകളിൽ ജില്ലാ ഫയർ ഓഫീസർമാരും സിവിൽ ഡിഫൻസിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. ജില്ലാ കളക്ടർമാരായിരിക്കും സേനയുടെ പ്രവർത്തനം ജില്ലാതലത്തിൽ നിയന്ത്രിക്കുന്നത്. ജില്ലാതലത്തിലെ ജില്ലാ കളക്ടർമാരായിരിക്കും നിയന്ത്രിക്കുന്നത്. ജില്ലാ ഫയർ ഓഫീസർമാർ നോഡൽ ഓഫീസർമാരായും പ്രവർത്തിക്കും. നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് നോക്കി? NDRF, SDRF, കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, സിവിൽ ഡിഫൻസ്. നെക്സ്റ്റ് സന്നദ്ധ സേന. കേരള സർക്കാർ സാമൂഹിക സന്നദ്ധ സേന സൃഷ്ടിക്കുകയും അതിനായി ഒരു ഡയറക്ടറേറ്റ് സ്ഥാപിക്കുകയും ചെയ്തതെന്ന 2020 ജനുവരി 1. ഇതിനായി രൂപീകരിച്ച ഓൺലൈൻ പോർട്ടലാണ് കേരള സന്നദ്ധ സേന. ദുരന്ത സമയത്തും പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്നദ്ധ സേവനങ്ങളിലൂടെ ജനങ്ങളെ സഹായിക്കുക എന്നതാണ് സന്നദ്ധ പോർട്ടൽ ആരംഭിച്ചതിൻ്റെ ലക്ഷ്യം. 2020 ജനുവരി 1 സന്നദ്ധ സേന രൂപീകരിച്ചത്. കേരള സർക്കാർ സാമൂഹിക സന്നദ്ധ സേന സൃഷ്ടിക്കുകയും അതിനായി ഒരു ഡയറക്ടറേറ്റ് സ്ഥാപിക്കുകയും ചെയ്തത് 2020 ജനുവരി 1. നെക്സ്റ്റ് ആപത് മിത്ര. ദുരന്ത നിവാരണത്തിൽ കമ്മ്യൂണിറ്റി വളണ്ടിയർമാരെ പരിശീലിപ്പിക്കുന്നതിനും വളർത്തുന്നതിനുമായി ദുരന്ത സമയത്ത് സുഹൃത്തുക്കൾ എന്നർത്ഥമുള്ള ആപത് മിത്ര എന്ന പേരിൽ ഒരു രാജ്യവ്യാപക പദ്ധതി NDMA ആരംഭിച്ചു. അതാണ് ആപത് മിത്ര. ഈ ആപത് മിത്ര എന്താണ്? ദുരന്ത സമയത്ത് സുഹൃത്തുക്കൾ എന്നർത്ഥമുള്ള പേരിലാണ് ഇത് ആരംഭിച്ചത്. ആപത് മിത്ര പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ജില്ലയാണ് കോട്ടയം. ആപത് മിത്ര പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ജില്ല കോട്ടയം. അപ്പോൾ പ്രധാനപ്പെട്ട ദുരന്ത പ്രതികരണ സേനകളാണ് NDRF, SDRF, കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, സിവിൽ ഡിഫൻസ്, സന്നദ്ധ സേന, ആപത് മിത്ര. സന്നദ്ധ സേന രൂപീകരിച്ചതെന്നായിരുന്നു? 2020 ജനുവരി 1. സിവിൽ ഡിഫൻസ് രൂപീകരിച്ചത് 1968. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് 1962. ആപത് മിത്ര പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ജില്ലയാണ് കോട്ടയം. 2006 NDRF രൂപീകരിച്ചത്. ഈ പൊതുഭരണത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം.
ഭരണഘടനയുടെ 309 അനുച്ഛേദം അനുസരിച്ചാണ് കേരള സിവിൽ സർവീസ് നിയമനങ്ങൾക്കുള്ള സേവന വേതന ചട്ടങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ 309 അനുച്ഛേദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരള സിവിൽ സർവീസ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരള സർവീസ് റൂൾസ് കേരള നിയമസഭ പാസ്സാക്കിയത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 309 പ്രകാരമാണ്. കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? NES രാഘവനാചാരി. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പൊതുവായ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ശ്രേണീപരമായ സംഘാടനം, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാ? ഗവർണർ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാന PSC ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്കാണ്. സംസ്ഥാന PSC അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനങ്ങളിലുള്ള ഉദ്യോഗസ്ഥനാരാണ്? അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറലിനെ പറ്റി പറയുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 165. ഒന്നാം കേരള ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആര്? EMS നമ്പൂതിരിപ്പാട്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകായുക്ത, ഉപലോകായുക്ത എന്നിവർക്കുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നത് ഏത് ഫണ്ടിൽ നിന്നാണ്? സംസ്ഥാനത്തിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ട്. ലോകായുക്ത, ഉപലോകായുക്ത എന്നിവർ രാജി സമർപ്പിക്കുന്നത് ഗവർണർക്ക് മുൻപാകെയാണ്. ലോകായുക്ത, ഉപലോകായുക്ത എന്നിവർ നീക്കം ചെയ്യുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭ. സംസ്ഥാന നിയമസഭയാണ് ലോകായുക്തയും ഉപലോകായുക്തയും നീക്കം ചെയ്യുന്നത്. രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്ക് മുമ്പാകെയാണ്. ഇവരുടെ ശമ്പളങ്ങൾ എവിടെ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുമാണ്. ലോകായുക്തയെ നിയമിച്ച ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗക്കാരെക്കുറിച്ച് പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം ഏതാണ്? കിർത്താഡ്സ്. പട്ടികവർഗക്കാരുടെ നൈപുണ്യ വികസനത്തിനായി പട്ടികവർഗ വികസന വകുപ്പ് ഏറ്റെടുത്ത ശ്രദ്ധേയമായ ഒരു പരിപാടി ഏതാണത്? ഗോത്ര ജീവിക. കേരള സർക്കാർ മുന്നാക്ക സമുദായ കോർപ്പറേഷൻ രൂപീകരിച്ച വർഷം ഏത്? മുന്നാക്ക സമുദായ കോർപ്പറേഷൻ 2012 നവംബർ 8. ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗക്കാർക്കായിട്ടുള്ള നയം നടപ്പാക്കിയ സംസ്ഥാനം കേരളം. കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? 10ാം പഞ്ചവത്സര പദ്ധതി. കേരളത്തിൽ പൊതുവിതരണ സമ്പ്രദായം നടപ്പിലാക്കി തുടങ്ങിയ വർഷം 1965. ഇൻ്റർനെറ്റ് ആക്സസ് മൗലിക അവകാശമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരള സ്റ്റേറ്റ് ബാംബു മിഷൻ രൂപീകരിച്ച വർഷം ഏത്? 2003. ഇന്ത്യൻ കയർ വ്യവസായത്തിൻ്റെ ആസ്ഥാനം കേരളം. ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്ന വർഷം 2005. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആര്? മുഖ്യമന്ത്രി. 1341 കേരളത്തിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രീക്ക് പണ്ഡിതനായ പ്ലിനിയുടെ ഗ്രന്ഥം ഏത്? നാച്ചുറൽ ഹിസ്റ്ററി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെ? തിരുവനന്തപുരം. NDRF രൂപീകരിച്ച വർഷം 2006. ആപത് മിത്ര പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ജില്ലയാണ് കോട്ടയം. SDRFിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്ര? 100. ഓക്കെ, താങ്ക് യു.